ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള കോംബോ റെസിപ്സാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ കിഡിലും ടേസ്റ്റാണ് കേട്ടോ. പാൽ പൊറോട്ടയും ലിവർ വരട്ടിയതും. അപ്പോൾ ഈ ഒരു ഐറ്റം ശരിക്കും നമ്മുടെ തലശ്ശേരി ഏരിയയിലൊക്കെ പണ്ട് മുതൽക്കേ പുതിയാപ്പിള സൽക്കാരങ്ങളിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയായിരുന്നു പാൽ പൊറോട്ട. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ എല്ലാവരുടെയും ഉണ്ട് തോന്നുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കറക്റ്റ് അറിയില്ല എവിടെയൊക്കെ ഉള്ളത് എന്നുള്ളത്. അത്രയും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലിവർ വരട്ടിയതിനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ ഒരു കുക്കറിലേക്ക് 1 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. ബീഫിൻ്റെ ലിവറാണ്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വലുപ്പമൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 3 സവാളയാണ് നീളത്തിൽ ഇതുപോലെ കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 തക്കാളി, നല്ല വെളുത്ത തക്കാളി നോക്കിയിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും 3ഉം കൂടി ഒന്നിച്ച് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 5 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എരിവ് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഒരു വലിയ ബൾബ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം പീസ് അളവിൽ ഇഞ്ചിയും 3ഉം കൂടി ഒന്നിച്ച് ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ബാക്കി നമുക്ക് വരട്ടിയെടുക്കുന്ന സമയത്തും ചേർക്കാനുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള സവാള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഞെരടിയിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. എങ്കിൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലിനിപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് നമ്മൾ കൈ ഒന്ന് നനച്ചിട്ട് കുടഞ്ഞു കൊടുക്കുമല്ലോ, ഇതുപോലെ ഒരു 1-2 തവണയായിട്ട് കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. കാരണം ലിവറിന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒരുപാട് ഒഴിക്കരുതേ. അങ്ങനെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പം 4-5 വിസിൽ മതി കേട്ടോ, അതിൽ കൂടണ്ട. പിന്നെ ഓരോ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വേവിലും വ്യത്യാസം വരും. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ലിവർ വരട്ടിയത് ഇങ്ങനെ കുക്കറിൽ ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് മൺചട്ടിയിലോ പാനിലോ ചെയ്തെടുത്താലും മതി. പക്ഷേ നമുക്ക് എപ്പോഴും ഈസി ആയിട്ടുള്ള റെസിപ്പി വേണമെന്നല്ല എല്ലാവരും പറയില്ല. അതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായിട്ട് വേവട്ടെ. അപ്പോൾ നമ്മുടെ ലിവർ അവിടെ നിന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് പാൽ പൊറോട്ടയിലേക്കുള്ള മാവ് കുഴച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെതിപ്പോൾ 250 ml 2 കപ്പിലാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. മുട്ടയൊക്കെ ഒന്ന് ഉടച്ച് പൊടിയുടെ എല്ലാ സൈഡിലേക്കും ആക്കി മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യും കൂടി ചേർത്തിട്ട് ഇനിയിപ്പം നമ്മുടെ പാൽ പൊറോട്ടയിൽ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ പാൽ നിർബന്ധമായിട്ടും വേണം കേട്ടോ. പാലിലാണ് നമ്മളിത് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ പാലെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒന്നിക്കിൽ ഇളം ചൂടുള്ള പാലെടുക്കുക, അല്ലെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലില്ല, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ചേർക്കാനേ പാടില്ല കേട്ടോ. തണുത്ത പാലെടുക്കരുത്. ഇങ്ങനെ ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടില്ല, നമ്മുടെ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് അത്യാവശ്യം സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റുള്ള പാൽ പൊറോട്ടയായിട്ട് മാറും കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഞാൻ 4 വിസിലൊക്കെ അടിച്ചതിന് ശേഷം നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടേനു. ഇപ്പോൾ നമ്മുടെ പ്രഷറൊക്കെ പോയി. ഇനിയിപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ ലിവറൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നോക്കിയാൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചില്ലല്ലോ, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നോക്കുക, ഉപ്പ് എരിവൊക്കെ കറക്റ്റാണോ എല്ലാം ചെക്ക് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ നമുക്കിതിനൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ വേറെ പാനിൽ വേണം കേട്ടോ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് ലിവർ വരട്ടിയെടുക്കാം. ഇതുപോലെ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാവുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുമല്ലോ, അറിയാലോ. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് ഫെന്നൽ സീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജീരകമെല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ചെറിയ ഉള്ളിയും കൂടി ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത്, മൂപ്പിച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളക്, അതും ഇതുപോലെ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ ഇടുക കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് അങ്ങനെ ഇടുന്ന സമയത്ത്. പിന്നെ എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്തുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ, ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ. അങ്ങനെ നമ്മൾ ഉള്ളി കാര്യങ്ങളൊക്കെ കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ കളർ മാറി വരുന്നവരെ മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഓവർ കരിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ലിവറില്ല, ആ ഒരു വെള്ളത്തോട് കൂടി മൊത്തത്തിലായിട്ട് ഒഴിക്കുക കേട്ടോ, ഒട്ടും വെള്ളം കളയാതെ. ആ ഒരു വെള്ളത്തിലല്ലേ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എന്നിട്ട് അങ്ങ് മിക്സ് ആക്കുക. ഉപ്പ് ഇപ്പം ചെക്ക് ചെയ്യേണ്ട കേട്ടോ, കുറച്ചൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ മാത്രം ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നല്ലപോലെ തിളപ്പിച്ച് അങ്ങ് വറ്റിച്ച് കുറുക്കിയെടുക്കുക, അതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്, കാരണം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ, കാരണം ഇത് വറ്റും തോറും ടൈറ്റായി വരുമല്ലോ. അപ്പോൾ അടിപ്പിക്ക് പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏതാണ്ടൊരു 1/4 ഭാഗത്തോളം നന്നായിട്ട് വറ്റി അങ്ങ് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക, കാരണം ഓൾറെഡി നമ്മൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നേരത്തെ. എന്നിട്ട് ഒന്നുകൂടി അങ്ങ് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് വറ്റി ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ തന്നെ വരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഈ ഒരു സ്റ്റേജ് ഏതാണ്ട് നന്നായിട്ട് വറ്റിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവിയോട് കൂടി ഈ ഒരു മസാലയോട് കൂടി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ മല്ലിയില ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ചിലവർക്ക് റൈസിനൊക്കെ കൂട്ടാനൊക്കെ ഇതാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി പോലെ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓഫ് ആക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ പാൽ പൊറോട്ടയ്ക്ക് ആക്കുന്നത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വരട്ടിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, കളറ് മാറി കിട്ടുന്നവരെ. അപ്പോൾ ഞാൻ അതുവരെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലിവർ വരട്ടിയത് റെഡി ആയിട്ടിട്ട് ഞാൻ ഒരു 2 മിനിറ്റ് ആയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട്, കാരണം ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ല, നല്ല തിക്ക് ഗ്രേവിയായി കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് എടുക്കുക. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിരുന്നു, ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇഷ്ടമാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ ഇപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ, ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പാൽ പൊറോട്ടയുടെ മാവൊക്കെ നല്ലപോലെ സോഫ്റ്റായി സെറ്റായിട്ടുണ്ട്. ഏകദേശം 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാൽ പൊറോട്ട പരത്തിയിട്ട് ചുട്ടെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ബോർഡിൽ കുറച്ചൊന്ന് പൊടി തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച മാവില്ലേ, ഇതിനെ നേരെ 2 ആക്കിയിട്ട് ഹാഫ് ആക്കിയിട്ട് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് പരത്താനുള്ള ഈസി ആയിട്ട് എളുപ്പത്തിന്. അപ്പോൾ എന്നിട്ട് ഒരു ബോൾ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിന് പരത്തിയെടുക്കേണ്ട പരിപാടികൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇനി പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എത്രത്തോളം നേരിയതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നോ അത്ര വരെ പരത്തിയെടുക്കുക. വലിയ ഷീറ്റായിട്ട് തന്നെ പരത്തിയെടുക്കുക, കാരണം എങ്കിലേ നമുക്കിത് റോൾ ചെയ്ത് ലെയറായിട്ട് കിട്ടുകയുള്ളൂ. പാൽ പൊറോട്ട എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പൊറോട്ട പോലെ ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് എന്താ പറയുക, മടക്ക് ചപ്പാത്തി ചുടുന്നില്ല, അത്രയേ പണിയുള്ളൂ. പക്ഷേ ഇത് പാലിലൊക്കെ കുഴച്ചെടുക്കുന്നത് കൊണ്ട് പാൽ പൊറോട്ട എന്നുള്ള പേര് വന്നത് കേട്ടോ. പക്ഷേ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്, ചപ്പാത്തി പോലത്തെ ടേസ്റ്റ് ഒന്നുമില്ല, ഏതാണ്ട് പൊറോട്ടയുടെ സെയിം ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ വലിയ ഷീറ്റായിട്ടൊന്ന് പരത്തിയെടുക്കട്ടെ, നേരിയതാക്കി പരത്തിയെടുക്കുക.
അങ്ങനെ ഇതാ നമ്മുടെ പാൽ പൊറോട്ടയുടെ ഷീറ്റ് മൊത്തത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്, വലിയതായിട്ട് പരത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ല നേരിയതായിട്ടും പരത്തിയിട്ടുണ്ട്, എങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യില്ലേ, നമ്മുടെ ആർക്കേജിയോ അങ്ങനെ ഏതെങ്കിലും നെയ്യ് എടുക്കാം, മിൽമ നെയ്യ് എങ്ങാനും, നന്നായിട്ടൊന്ന് ഇതിൻ്റെ എല്ലാ സൈഡിലും ഈ ഷീറ്റ് നമ്മളിങ്ങനെ വെച്ചിട്ട് എല്ലാ സൈഡിലും നെയ്യ് എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് നല്ലപോലെ തടവി കൊടുക്കാം. എങ്കിലേ നമുക്കിത് റോൾ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ലെയറായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ നെയ്യ് തടവുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യട്ടെ. ഒരറ്റത്തുനിന്ന് ഇതുപോലെ ചെറുതായിട്ട് റോൾ ചെയ്ത് ടൈറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. മൊത്തത്തിൽ അങ്ങേ അറ്റം വരെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നല്ലപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ കത്തി എടുത്തിട്ട് നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്തെടുക്കണം. കാരണം ഓരോരോ പാൽ പൊറോട്ട ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കണ്ടേ. ഇതിപ്പോൾ വലിയതായിട്ട് നമ്മൾ പരത്തിയെടുക്കില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഈക്വൽ സൈസിൽ കട്ട് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 6 പാൽ പൊറോട്ടയാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് ഈ ഒരു വലുപ്പത്തിൽ. അപ്പോൾ ഇത് ഒരേ സൈസിൽ 6 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് മൊത്തത്തിൽ കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓരോ പീസ് ഈ ഒരു വലുപ്പം ഉണ്ടാകും കേട്ടോ. കണ്ടില്ല, നല്ല ലെയറായിട്ട് ഇരിക്കുന്നില്ല, നിങ്ങൾക്ക് ഉള്ളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയില്ല, നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം പെട്ടെന്ന് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മടക്ക് ചപ്പാത്തിക്ക് പരത്തുന്നില്ല, അതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ അങ്ങനെയായിട്ടാണ് പരത്തിയെടുക്കുക. അല്ലെങ്കിൽ റൗണ്ടായിട്ടും പരത്തിയെടുക്കുക. പക്ഷെ ഒന്നുകൂടി ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണാനും ഭംഗി, അതുപോലെ തന്നെ ആ ഒരു ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടുക ഇങ്ങനെ പരത്തുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പരത്തിയെടുക്കട്ടെ. ഈസി ആയിട്ട് പരത്താൻ പറ്റും കേട്ടോ, കാരണം ഉള്ളിൽ നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാനും പറ്റും. അങ്ങനെ ഇതാ ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതാ ഞാനൊരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മുടെ പാൽ പൊറോട്ട ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പൊറോട്ട ചുടുന്ന പണിയൊന്നുമില്ല, നോർമൽ ചപ്പാത്തി ചുടുന്ന പണിയുള്ളൂ, പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ കളറൊക്കെ കുറച്ചൊന്ന് ഈ ഒരു കളറിൽ തന്നെയാണ്, ഇങ്ങനെ തന്നെ ആവും പാൽ പൊറോട്ട. കാരണം ഇങ്ങനെ ക്രിസ്പായിട്ട് എന്നാലേ നല്ല ഒരു മൊരിഞ്ഞുണ്ടാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് ഏതാണ്ട് സെറ്റായി വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് 2 സൈഡിലും കുറച്ച് നെയ്യാക്കിയിട്ട് ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ പാനിനെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മൊരിഞ്ഞങ്ങ് കളറൊന്ന് മാറി വന്നതിന് ശേഷം കണ്ടില്ല, ഞാൻ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നെയ്യ് വേണം കേട്ടോ, എങ്കിലേ ആ ഒരു നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ, പൊറോട്ടയുടെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൽ പൊറോട്ട ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചുട്ടെടുക്കട്ടെ കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പാൽ പൊറോട്ട മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിവറും കൂടി ഞാനൊന്ന് സെർവ് ചെയ്യട്ടെ. സെർവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൽ പൊറോട്ടയും ലിവർ വരട്ടിയതും റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി. ഞാനിതിപ്പോൾ വീഡിയോ പിന്നെ എല്ലാവർക്കും മനസ്സിലാവേണ്ട, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു കോംബോ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അഥവാ ലിവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബീഫോ ചിക്കനോ ഇങ്ങനെ വരട്ടി എടുത്തിട്ട് ചെയ്തിട്ട് ഈ ഒരു കോംബോ റെഡിയാക്കി നോക്ക്. സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ പൊറോട്ട കണ്ടില്ലേ, നല്ല ലെയറായിട്ടിരിക്കും കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉൾഭാഗം ഇങ്ങനെ കട്ട് ചെയ്തതിന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കണ്ടില്ല, അത്യാവശ്യം നല്ല ലെയറായിട്ട് ഇരുന്നിട്ട്. ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്